ഹായ് ഫ്രണ്ട്സ്, കൊമേഴ്സ് ചങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് സ്റ്റെഫി. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് ടാക്സ് എന്നൊരു സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റ് മെയിനായിട്ട് NTA UGC നെറ്റ് കൊമേഴ്സ്, CA CMA ഇൻ്റർ, MCOM, BCom, BBA ഈ കോഴ്സുകൾ എടുത്തിട്ടുള്ളവർക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് ഡയറക്റ്റ് ടാക്സ്. MCOമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു പേരിലും കൂടെ കാണാൻ സാധിക്കും. നമ്മളൊരു തേർഡ് ഓർ ഫോർത്ത് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ടാക്സ് പ്ലാനിങ് എന്നൊരു സബ്ജക്റ്റ് കാണാൻ സാധിക്കും. അത് ഡയറക്റ്റ് ടാക്സ് തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലായിട്ടുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണെന്ന് മാത്രം. അപ്പം അതൊക്കെ ചെയ്യാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ബേസിക്സ് അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ ബേസിക്സൊക്കെ മറന്നു പോയിട്ടുള്ളവർ അല്ലെങ്കിൽ ഒന്നും അറിയാത്തവർ, ഡയറക്റ്റ് ടാക്സ് ഇതുവരെ പഠിക്കാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ബേസിക്സ് മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള എന്താ പറയുക ടോപ്പിക്സ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ബേസിക്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് തിയറി എടുക്കും, അതിൻ്റെ കൂടെ തന്നെ ഞാൻ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസും ഞാനിതിൻ്റെ കൂടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ചത്തെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ തിയറി ആയിരിക്കും, അതിനുശേഷം ഞാൻ പ്രോബ്ലത്തിലേക്ക് കിടക്കും. ഓക്കെ, അപ്പം ഒന്നും അറിയാത്തവർക്ക് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. CA CMA ഇൻ്റർക്കുള്ളൊരു സബ്ജക്റ്റൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട. BCom സ്റ്റുഡൻസിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇപ്പോൾ CA CMA ഇൻ്ററിൽ വരുന്ന കുട്ടികൾക്കും ഇത് വലിയ ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക് മുതൽ തന്നെ ഇവർക്ക് ആവശ്യമായിരിക്കും. അപ്പം അത് വിചാരിച്ച് നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് പോകരുത്. ഞാൻ ബേസിക് മുതൽ എന്താണ് ഓരോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്നെടുത്ത് പറഞ്ഞ് അതിനകത്ത് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ ഞാനിവിടെ ഡീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ബേസിക് കൺസെപ്റ്റ്സ് ആൻഡ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ എത്ര തരം ടാക്സസ് ഉണ്ടെന്ന്. ക്ലാസിഫിക്കേഷൻ ഓഫ് ടാക്സസ്. നമ്മൾ പറഞ്ഞു നമ്മുടെ സബ്ജക്റ്റ് ഡയറക്റ്റ് ടാക്സ് ആണെന്ന്. ഡയറക്റ്റ് ടാക്സ് മാത്രമല്ല, ഇൻഡയറക്റ്റ് ടാക്സും ടാക്സിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പം എന്താണ് ഡയറക്റ്റ് ടാക്സ്, എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് നോക്കാം. ടാക്സസ് തന്നെ രണ്ട് തരമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സിന് കീഴിൽ വരുന്നതാണ് എന്ത്, ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സിന് കീഴിലാണ് ഈ GST, എക്സൈസ്, കസ്റ്റംസ്, VAT ഒക്കെ വരുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ പഠിക്കാനുള്ളത് ഡയറക്റ്റ് ടാക്സ് ആണ്. ഓക്കെ, അപ്പം എന്താണ് ഡയറക്റ്റ് ടാക്സിലെ ഈ ഇൻകം ടാക്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇൻകം ടാക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. എവറി പേഴ്സൺ ഹു ഹാസ് ഇൻകം ഏൺ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഓരോ വ്യക്തികളും ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇൻകം ഉണ്ടായിട്ടുണ്ടാവും. അത് എന്നാണ് ഏൺ ചെയ്തിട്ടുണ്ടാവുക? ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഈസ് ചാർജബിൾ ടു ടാക്സ്. അപ്പോൾ ആ പ്രീവിയസ് ഇയറിൽ ഒരു വ്യക്തി ജോലിക്ക് പോയി, കഴിഞ്ഞ കൊല്ലം പൈസ സമ്പാദിച്ചു. അപ്പോൾ ആ പ്രീവിയസ് ഇയറിന് ടാക്സ് എന്ന് കൊടുക്കണം? ഫോളോയിങ് അസസ്മെൻറ്റ് ഇയർ അറ്റ് ദ റേറ്റ് ആപ്ലിക്കബിൾ ടു ദാറ്റ് അസസ്മെൻറ്റ് ഇയർ. നമുക്കറിയാം, നമുക്ക് ഓരോ വർഷം ബഡ്ജറ്റ് വരുമ്പോൾ ബഡ്ജറ്റിൽ ചിലപ്പം ടാക്സിൻ്റെ റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഇയറിൽ, അസസബിൾ ഇയറിൽ എന്നാണോ എത്രയാണോ ടാക്സ് റേറ്റ് ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ ടാക്സ് പ്രീവിയസ് ഇയറിൻ്റെ ഇൻകത്തിന് കൊടുക്കണം. സബ്ജക്റ്റ് ടു എക്സെംഷൻ, ചിലതിന് എക്സെംഷൻസ് ഒക്കെ ഉണ്ടാവാം, അതും അവെയിൽ ചെയ്യാം. അപ്പോൾ എന്താണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു വ്യക്തി, ഞാൻ കഴിഞ്ഞ കൊല്ലം ഒരു കൊല്ലം മൊത്തം ജോലിക്ക് പോയി, അപ്പോൾ എനിക്ക് ഇൻകം ഉണ്ടായി. അപ്പോൾ ആ ഇൻകത്തിൻ്റെ ആ പ്രീവിയസ് ഇയറിലുണ്ടായ ഇൻകത്തിന് ടാക്സ് ചാർജ് ചെയ്യും. എന്നാണ് ടാക്സ് ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടത്? അസസ്മെൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ കറണ്ട് ഇയറിൽ കഴിഞ്ഞ കൊല്ലത്തിന് ഞാൻ ടാക്സ് കൊടുക്കണം. അതെങ്ങനെയാണ്, എത്ര ശതമാനമാണ് കൊടുക്കേണ്ടതെന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഓരോ അസസ്മെൻറ്റ് ഇയറിലും ബഡ്ജറ്റിൽ ടാക്സ് റേറ്റ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് റേറ്റ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആ റേറ്റ് ആപ്ലിക്കബിൾ ആകുന്ന രീതിയിൽ നമ്മുടെ ഇൻകത്തിന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് അടയ്ക്കണം. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നതിനാണ് നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇൻകം നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നൊരു ഇൻകമാണ്. അത് അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താ പറയുക, റോഡ് വികസനം, അങ്ങനെയൊക്കെ എന്താ പറയുക, ഓരോ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഉണ്ടാവില്ലേ, അതൊക്കെ കൊണ്ട് നടക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇൻകം ടാക്സ് ഗവൺമെൻറ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിലുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകമാണ് എന്തെന്ന്, ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നോക്കാം. എന്താ പറയുക, ഒരാളെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം പേഴ്സൺ ആരാണെന്ന് ഞാൻ പറഞ്ഞു. എ പേഴ്സൺ ഹാസ് ടു പേ ഇൻകം ടാക്സ്. നേരത്തെ ഞാൻ സ്ലൈഡിൽ നിങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ടാവും. എവറി പേഴ്സൺ. അപ്പോൾ ആ പേഴ്സൺ ആരാണെന്നാണ് നെക്സ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആ പേഴ്സൺ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഒന്ന് ഇൻഡിവിജ്വൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, കമ്പനി, ഫേംസ്, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിക്കൽ ജുറിസ്ഡിക്കൽ പേഴ്സൺ.
അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരാളെന്ന് പറയുമ്പം ഒരു വ്യക്തി മാത്രമല്ല, ഒരു കമ്പനിയും ഒരു ഫേമും ഒക്കെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ടാക്സിൻ്റെ അല്ലെങ്കിൽ ഇൻകം ടാക്സിനെ കണ്ടില്ല, അതൊക്കെ ഒരു വ്യക്തികളാണ്. ഒരു കമ്പനി ആയാലും കമ്പനിക്ക് ഇൻകം ഉണ്ടാവുന്നുണ്ട്, ഒരാൾക്ക് മാത്രമല്ല. ഇത്രയും എംപ്ലോയീസ് വർക്ക് ചെയ്യുമ്പം ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട്, അവർക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ട്സ് ഒക്കെ വിട്ടിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സർവീസ് കൊടുത്തിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരും എന്താണ്, ലയബിളാണ്, എന്തിന് ടാക്സ് പേ ചെയ്യാനായിട്ട് അവരും ലയബിളാണ്. അപ്പം ഇൻഡിവിജ്വൽ മാത്രമല്ല, HUF, കമ്പനി, ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ദറ്റ് ഈസ് AOP, BOI, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിക്കൽ ജുറിസ്റ്റിക്കൽ പേഴ്സൺ. അപ്പോൾ ഇവരൊക്കെ എന്താണ്, ഈ 8 പേരും എന്താണ്, ഈ പേഴ്സൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇവരെന്തായാലും ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് അടച്ചിരിക്കണം. അപ്പോൾ ഇത് MCQ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചോദിച്ചു തരാൻ കാണാറുണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പോകരുത്. ഓക്കെ, ഇനി എന്താണ് അസസ്മെൻറ്റ് ഇയർ നമുക്ക് നോക്കാം. അപ്പോൾ BCom BBA ലെവലിൽ കുട്ടികൾക്ക് ചിലപ്പം അസസ്മെൻറ്റ് ഇയർ എന്താണ്, പ്രീവിയസ് ഇയർ എന്താണ് ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ എന്താണ് അസസ്മെൻറ്റ് ഇയർ നമുക്ക് നോക്കാം. ദ പീരിയഡ് ഓഫ് 12 months, എത്രയാണ്, 12 മാസം, സ്റ്റാർട്ടിങ് ഫ്രം 1st April എവറി ഇയർ. ഓരോ വർഷത്തിലും 12 മാസത്തെയാണ് അസസ്മെൻറ്റ് ഇയർ ചെയ്യുന്നത്. എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ജനുവരി 1 തൊട്ടല്ല. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ആയിട്ടുള്ള അസസ്മെൻറ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1st April ആൻഡ് എൻഡിങ് ഓൺ 31st March ഓഫ് ദ സക്സീഡിങ് ഇയർ. നെക്സ്റ്റ് ഇയറിൽ 31st March അവസാനിപ്പിക്കുന്നത്. നമ്മൾ സാധാരണ കലണ്ടറിൽ എങ്ങനെയാണ്, 1st January തൊട്ടിട്ട് ഡിസംബറാണ്, 31st December അല്ലെങ്കിൽ 30 December ആണെങ്കിൽ അങ്ങനെ. പക്ഷേ ഈ അസസ്മെൻറ്റ് ഇയർ, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അസസ്മെൻറ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്, 1st April ഓഫ് എവറി ഇയർ ആൻഡ് 31st March ഓഫ് ദ സക്സീഡിങ് ഇയർ, പിറ്റത്തെ കൊല്ലം. അപ്പം ഇപ്പോഴത്തെ അസസ്മെൻറ്റ് ഇയർ എത്രയാണ് നമുക്ക് നോക്കാം. 1/4/2020 ടു 31/3/2021 വരെ, അടുത്ത കൊല്ലം മാർച്ച് മാസം 31 വരെയാണ്. ഈ വർഷം ഏപ്രിൽ 1 മുതൽ അടുത്ത വർഷം മാർച്ച് 31 വരെയാണ് നമ്മുടെ അസസ്മെൻറ്റ് ഇയർ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ, അപ്പോൾ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇങ്ങനെയാണ് ഒരു ഇയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് പ്രീവിയസ് ഇയർ എന്ന്. നമ്മൾ പറഞ്ഞു പ്രീവിയസ് ഇയറിലെ ഇൻകം, നമുക്ക് ജനറേറ്റ് ആയിട്ടുള്ള ഇൻകത്തിനെയാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ഞാൻ ജോലിക്ക് പോയിട്ട് ഉണ്ടായിട്ടുള്ള ഇൻകത്തിൽ നിന്നാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്താണ് പ്രീവിയസ് ഇയർ നോക്കാം. ദ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസൈഡിങ് ടു അസസ്മെൻറ്റ് ഇയർ എന്ന് വെച്ചാൽ എന്താണ്, പ്രിസീഡിങ് ടു അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാക്കുകൾ കേട്ട് പേടിക്കണ്ട. ഇത്രേ ഉള്ളൂ. പ്രിസൈഡിങ് എന്ന് വെച്ചാൽ മുമ്പത്തെ അസസ്മെൻറ്റ് ഇയറിൻ്റെ മുമ്പത്തെ വർഷത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ. ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഈസ് ഓൾവേസ് ടാക്സ് ഇൻ ദ അസസ്മെൻറ്റ് ഇയർ. നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ പോലെ ഞാൻ ജോലിക്ക് പോയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇൻകത്തിന് ഞാൻ എന്താണ് ടാക്സ് കൊടുക്കുന്നത്, അസസ്മെൻറ്റ് ഇയറിലാണ് ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ഏതാണ്, അസസ്മെൻറ്റ് ഇയർ ഏതാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാണ്, 1/4/2019 ടു 31/3/2020 ഇതായിരുന്നു നമ്മുടെ പ്രീവിയസ് ഇയർ. അത് കഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ 1/4/2019 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1st April 2019 തൊട്ട് ജോലിക്ക് പോയി 31st March 2020 വരെ ജോലിക്ക് പോയിട്ടുള്ള ഇൻകം, അങ്ങനെ കിട്ടിയിട്ട് നമ്മൾ എൻ്റെ ഇൻകത്തിൻ്റെ ടാക്സാണ് ഞാൻ എന്ന് അടയ്ക്കേണ്ടത്. 1st April 2022 അതിൻ്റെ അവസാനമായിട്ടുള്ള 31st March 2021 ഞാൻ അടയ്ക്കേണ്ടത് ഈ പ്രീവിയസ് ഇയറിൻ്റെ ഇൻകത്തിൻ്റെ ടാക്സാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് കൺഫ്യൂഷനൊന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഹെഡ്സ് ഓഫ് ഇൻകം. അപ്പോൾ ഇൻകം തന്നെ നമുക്ക് മെയിനായിട്ട് 5 ഹെഡ്സിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ നിന്നും നമുക്ക് എന്തുണ്ടാവാം, വരുമാനം ഉണ്ടാവാം. ചിലർക്ക് ജോലിക്ക് പോയിട്ടായിരിക്കാം വരുമാനം ഉണ്ടാവുക, ചിലവർക്ക് ജോലിക്കൊന്നും പോകുന്നുണ്ടാവില്ല, കൃഷി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കാം, ചിലവർക്ക് എന്താ പറയുക, ജോലിയുടെ കൂടെ തന്നെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലർക്ക് ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ അവർ തന്നെ എംപ്ലോയി ആയിട്ടല്ല, പ്രൊഫഷണലൈസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ നടത്തുന്നവരാണെങ്കിൽ അവരുടെ ഇൻകം എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന ഒരാളുടെ ഇൻകവും ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ ഇൻകവും രണ്ടാണ്. അപ്പോൾ അവർക്ക് കൂടുതലും ചിലപ്പോൾ പ്രോഫിറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കാകാം, അല്ലെങ്കിൽ ലോസ് ബിസിനസ് ചെയ്യുന്നവർക്കാകാം. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകമാണ്. അപ്പം ഏതിനൊക്കെയാണ് നമ്മളിവിടെ ഇൻകമായിട്ട് കൺസിഡർ ചെയ്യണത്, ഏതിനൊക്കെയാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, 5 ഹെഡ്സാണുള്ളത്. ഒന്ന് സാലറി, നമുക്ക് ഓരോ വർഷം കിട്ടുന്ന സാലറി, ആ സാലറി നമ്മൾ എന്ത് ചെയ്യണം, ആ സാലറിക്ക് നമ്മൾ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. അതുപോലെ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാടകയ്ക്ക് എങ്ങാനും വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. അല്ലാതെ സാലറിയിൽ നിന്ന് മാത്രം പോരാ. പിന്നെ വരുന്നതാണ്
ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ബിസിനസ് നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്, അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻസ് ആണ്, അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി ആണ്, ഡോക്ടറാണ്, ലോയറാണ്. അപ്പോൾ ഇവർ പറയുന്നത് പ്രൊഫഷനാണ് അവരുടെ, അല്ലാതെ ജോബല്ല. സോ അപ്പോൾ അവരെന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഒക്കെ എന്ത് ചെയ്യണം, അതിന് നമ്മൾ ടാക്സ് അടയ്ക്കണം. ക്യാപിറ്റൽ ഗെയിൻ, ഒരു സ്വത്ത് നമ്മുടെ ഉണ്ടായിരുന്നു, ഒരു വീടോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ എങ്ങാനും ഉണ്ടായിരുന്നത്, നമ്മൾ വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകം, അതും നമ്മുടെ ഇൻകം തന്നെയാണ്. ഓക്കെ, അപ്പം അത് നിന്ന് കിട്ടുന്ന ഇൻകത്തിന് നമ്മൾ ടാക്സ് അടയ്ക്കണം. അതർ സോഴ്സസ്, ഇതൊന്നും പെടാത്ത, ഈ 4 പെടാത്തതൊക്കെ എന്തിൽ വരും, അതർ സോഴ്സസ്. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ എന്ത് ഇൻകം വന്നാലും നമ്മൾ അതിന് എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇതാണ് ഹെഡ്സ് ഓഫ് ഇൻകം 5 നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ ടാക്സബിൾ ഇൻ ദ സെയിം ഇയർ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ചിലപ്പോൾ എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റാമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കേസിൽ ഞാൻ പറഞ്ഞിരുന്നു പ്രീവിയസ് ഇയറിൻ്റെ ഇൻകത്തിനാണ് നമ്മൾ കറണ്ട് ഇയർ അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഇയറിൽ എന്ത് കൊടുക്കേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ചില സിറ്റുവേഷനിൽ അങ്ങനെയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തിന് നമ്മൾ പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് അടയ്ക്കണം, അല്ലാണ്ട് അസസ്മെൻറ്റ് ഇയറിലല്ല ടാക്സ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ എന്താ പറയുക, എന്തെങ്കിലും കള്ളത്തരം കാണിക്കുവാണ്, ഇപ്പോൾ ടാക്സ് കുറച്ച് കൂടുതൽ അടയ്ക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യുകയാണ്, എൻ്റെ കുറച്ച് സ്വത്ത് എടുത്തിട്ട് എൻ്റെ പപ്പയ്ക്കോ അമ്മയ്ക്കോ ഒക്കെ എൻ്റെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ടാക്സ് കുറച്ച് അടച്ചാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തുണ്ടാവും, അങ്ങനെ ചെയ്യുമെന്നൊരാൾ തോന്നുകയാണെങ്കിൽ ഇൻകം ടാക്സ് അവരെന്ത് ചെയ്യണം, ആ കൊല്ലം തന്നെ ടാക്സ് അടപ്പിക്കും, പിറ്റത്തെ കൊല്ലത്തേക്ക് ആക്കാൻ. കാരണം പിറ്റത്തെ കൊല്ലം ആകുമ്പോഴേക്കും അയാൾ മാറ്റുമെന്നറിയാം. അപ്പോൾ അങ്ങനെ സംശയമുള്ളവരൊക്കെ എന്തിനാ ആ കൊല്ലം തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആ വർഷം തന്നെ ടാക്സ് അടപ്പിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ MCQ ക്വസ്റ്റ്യൻസിലൊക്കെ വരാം എന്നത് കറണ്ട് ഇയറിലെ എന്താ പറയുക പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് എന്താ പറയുക അസസ്മെൻറ്റ് ഇയറിൽ മാത്രം ടാക്സ് അടച്ചാൽ മതിയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം, ട്രൂ ഓഫ് ഫോൾസ് ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ട്രൂ എന്ന് അടച്ചു വയ്ക്കും. പക്ഷെ അങ്ങനെയല്ല, ഇതിന് എക്സെപ്ഷനുണ്ട്. എന്താണ്, ചില കേസുകളിൽ, ഈ പറയുന്ന 5 കേസുകളിൽ എന്താണ്, പ്രീവിയസ് ഇയർ ഇൻകം ഇസ് ടാക്സബിൾ ഇൻ ദ സെയിം ഇയർ ഇറ്റ് സെൽഫ്. ഓക്കെ, കഴിഞ്ഞ കൊല്ലത്തെ ടാക്സ് ആ കൊല്ലം തന്നെ അടയ്ക്കണം, പിറ്റത്തെ കൊല്ലം അല്ല അടയ്ക്കേണ്ടത്. ആ കേസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേഴ്സൺ ലിവിങ് ഇന്ത്യ എന്ന് വെച്ചാൽ എന്താണ്, ആ വ്യക്തി ആ സ്ഥലം വിട്ടിട്ട് പോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ വിട്ട് പോവുകയാണ്. അപ്പോൾ അയാളെ കൊണ്ട് പിറ്റത്തെ കൊല്ലം അടപ്പിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ വർഷം തന്നെ എന്ത് ചെയ്യും, ടാക്സ് അടക്കിപ്പിക്കും. പിന്നെ പേഴ്സൺ ലൈക്ലി ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഞാൻ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രോപ്പർട്ടി ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അവരെന്ത് ചെയ്യും, കറണ്ട് ഇയറിലെ ടാക്സ് ആ ഇയറിൽ തന്നെ, പ്രീവിയസ് ഇയറിലെ ടാക്സ് ആ ഇയറിൽ തന്നെ അടയ്ക്കണം. ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇപ്പം കഴിഞ്ഞ വർഷം ഇപ്പം 1 ഏപ്രിൽ 2019 നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു. അപ്പം ഇപ്പോൾ വിചാരിച്ച ഒരു ജൂണൊക്കെ ആയപ്പോഴത്തേനും 2019 ജൂണൊക്കെ ആകുമ്പോഴത്തേനും എൻ്റെ ബിസിനസ് ഞാൻ നിർത്തി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ടാക്സ് അടയ്ക്കാൻ ലയബിളല്ലേ, ആണ്. അപ്പോൾ എന്നാണ് അടയ്ക്കേണ്ടത്, ആ നിർത്തിയ ആ വർഷത്തിൽ തന്നെ എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ളൊരു ബിസിനസ്സിനോട് നമുക്ക് അടുത്ത കൊല്ലം ചെന്നിട്ട് ടാക്സ് അടയ്ക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ വർഷം തന്നെ എന്ത് ചെയ്യും, ടാക്സ് അടപ്പിക്കും. AOP ഫോംഡ് ഫോർ ദ പർപ്പസ് ഓഫ് എ പെർട്ടിക്കുലർ ഇവൻറ്റ്, ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രം ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, കുറച്ച് ആളുകളുടെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് കാണാം, ഒരു പള്ളിയുടെ പെരുന്നാളാണെന്ന് വിചാരിച്ചോ, ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് കേട്ടോ. പള്ളിയുടെ ഒരു അല്ലെങ്കിൽ വേണ്ട, ഒരു എന്താ പറയുക, പാലം പണിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഉണ്ടാക്കി, ഒരു അസോസിയേഷൻ ഉണ്ടാക്കി കുറച്ച് ആളുകളുടെ. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ്, പാലം പണിയുക എന്നുള്ളതാണ്. അപ്പോൾ പാലം പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ അസോസിയേഷൻ്റെ ഒബ്ജക്റ്റീവ് തീർന്നു, അവർ പിരിഞ്ഞു പോകും. പക്ഷേ പാലം പണിയെ സംബന്ധിച്ച് ചിലപ്പം ചിലർക്ക് എന്തുണ്ടാവാം, ഇൻകം വരുന്നുണ്ടാവാം. അപ്പം അതൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ പറയുക, അല്ലെങ്കിൽ ഇപ്പോൾ പെരുന്നാൾ നടത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഉണ്ടാവും, പെരുന്നാൾ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെരുന്നാളിൽ ചിലപ്പോൾ വരവുണ്ടാവായിരിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത്, ആ ഒരു എന്തെങ്കിലും പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൻ്റെ അസോസിയേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ വർഷം തന്നെ അവർ പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിനെ പിറ്റേ കൊല്ലം അടയ്ക്കാമെന്ന് പറയാൻ പറ്റില്ല. അവരെ കൊണ്ട് എന്ത് ചെയ്യും, ആ അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്നാണോ ആ പെർട്ടിക്കുലർ ഇവൻ്റ് കഴിയുന്നത്, അവരെന്തിനാണോ കൂടിയിരിക്കുന്നത്, അവരുടെ ഒബ്ജക്റ്റീവ് എന്നാണ് തീർന്നത്, അപ്പോൾ അന്ന് തന്നെ അവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കും, ആ ഒരു വർഷം തന്നെ അവരെ കൊണ്ട് ടാക്സ് അടപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇൻകം ഓഫ് ദ നോൺ റെസിഡൻറ്റ് ഷിപ്പിംഗ് ബിസിനസ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു നോൺ റെസിഡൻറ്റ് ഇതിപ്പം ഇന്ത്യ
ഇന്ത്യയിലേക്ക് ഒരാൾ പുറമേ നിന്ന് വന്നു, അവരുടെ ഗുഡ്സും കൊണ്ട് വന്നു. എന്നിട്ട് അവരുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഇന്ത്യയിൽ വിറ്റു. എന്നിട്ട് അവരുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയി. നമ്മൾക്ക് അറിയാം, റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാളോട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടാക്സ് വയ്ക്കാൻ പാടുള്ളൂ. പക്ഷേ ഇയാൾ ഈ സാധനം ഇപ്പോൾ അമേരിക്കയിൽ നിന്നാണ് വന്നതെന്ന് വിചാരിച്ചോ. ഓക്കെ, അമേരിക്കയിൽ നിന്ന് വന്നൊരു വ്യക്തി ഇന്ത്യയിലേക്ക് സാധനങ്ങൾ ഇറക്കിയിട്ട് പൈസ വാങ്ങിച്ചു പോയി. ഇമ്പോർട്ട് ചെയ്തപ്പോൾ അവർക്ക് പൈസ കിട്ടിയിട്ടുണ്ടാവും, ഫ്രൈറ്റൊക്കെ ചാർജൊക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് തിരിച്ചു പോയി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോയാൽ ഇന്ത്യയിലാണ് ആ ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നോൺ റെസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരനല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ഇറ്റ് സെൽഫ് എന്നാണോ അയാളോട് വന്നത് ആ വർഷം തന്നെ ടാക്സ് അടപ്പിക്കണം. അത് പിറ്റത്തെ വർഷത്തേക്ക് അയാളെ കൊണ്ട് അടപ്പിക്കില്ല. എന്നാണ് അയാൾ വന്നു പോയ വർഷം, ആ ഇൻകം എന്നാണ് ജനറേറ്റ് ചെയ്തത് ആ വർഷം തന്നെ അയാളെ കൊണ്ട്, ആ നോൺ റെസിഡൻറ്റിനെ കൊണ്ട്, ഷിപ്പിംഗ് ബിസിനസ് നടത്തിയ നോൺ റെസിഡൻറ്റിനെ കൊണ്ട് ടാക്സ് അടപ്പിക്കും. അപ്പോൾ ഈ 5 സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 5 സിറ്റുവേഷനാണ് എന്ത് ചെയ്യുന്നത്, ഇൻകം പ്രീവിയസ് ഇയർ ഇൻകം എന്താ പറയുക, ആ ഒരു വർഷം തന്നെ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ടാക്സ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ എന്ന് നോക്കാം. അപ്പം ഒരു വ്യക്തി, ഞാൻ പറഞ്ഞു ഇൻഡിവിജ്വൽ ഉണ്ട്, HUF ഉണ്ട്, ഫേം ഉണ്ട്, AOP BOI ഉണ്ട്. അപ്പം ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ ഞാനെന്നൊരു വ്യക്തി, സ്റ്റെഫി എന്നൊരു വ്യക്തി എപ്പോഴാണ് എന്താ പറയുക ടാക്സ് അടിക്കേണ്ടത്, റെസിഡൻ്റ് ആകുമ്പോഴാണെന്ന് പറഞ്ഞു. അപ്പം റെസിഡൻ്റ് എന്താണ്, നോൺ റെസിഡൻ്റ് എന്താണെന്ന് നോക്കാം. അപ്പം അതറിയാണ്ട് നമുക്ക് അയാളെ കൊണ്ട് ടാക്സ് അടപ്പിക്കണോ വേണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ ടാക്സ് ഇന്ത്യയിൽ അടയ്ക്കേണ്ടത് അയാൾ ഇന്ത്യക്കാരനാകുമ്പോഴാണ്. അമേരിക്കക്കാരൻ വന്നിട്ട് എന്താ പറയുക, അമേരിക്കക്കാരോട് നമുക്ക് പോയിട്ട് ഇവിടെ വെക്കേഷൻ വന്ന അമേരിക്കക്കാരനോട് നമുക്ക് പോയി ടാക്സ് അടയ്ക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇന്ത്യക്കാരൻ്റെ ഇൻകത്തിന് നമ്മൾ ഇന്ത്യക്കാരനാണോ എന്ന് തീരുമാനിക്കുന്നതിന് ചില എന്താ പറയുക റൂൾസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ റെസിഡൻ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാരനാണോ എന്ന് തീരുമാനിക്കുന്നത് എപ്പോഴാണ്, ഇഫ് എൻ ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈ എനി വൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻ ഹി വിൽ ബി കൺസിഡർഡ് ആസ് റെസിഡൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതിലെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അയാൾ എന്തെന്ന് വിളിക്കും, റെസിഡൻ്റാണ്, ഇന്ത്യക്കാരനാണെന്ന് വിളിക്കും. അപ്പോൾ എപ്പോഴാണ് അയാൾ ഇന്ത്യക്കാരനല്ലാതായി മാറുന്നത്, നോൺ റെസിഡൻ്റായി മാറുന്നത്, റെസിഡൻ്റ് ആവുന്നത് ഏതെങ്കിലും എനി വൺ ഓഫ് ദി എന്താ പറയുക ബേസിക് കണ്ടീഷനിലെ 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതോ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അയാൾ എന്തായി റെസിഡൻ്റ് ആവും. നോൺ റെസിഡൻ്റ് എന്താണ്, ഇഫ് എൻ ഇൻഡിവിജ്വൽ ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി വൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻ. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞപ്പോൾ ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് 2 കണ്ടീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബേസിക് കണ്ടീഷനിൽ 2 കണ്ടീഷൻ ഉണ്ട്, ഒന്നാമത്തെ കണ്ടീഷൻ, രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പം ഇതിലേതെങ്കിലും എന്താ പറയുക ഒന്നില്ലെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതോ സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ റെസിഡൻ്റ് ആയിരിക്കും. അപ്പോൾ നോൺ റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, എന്താ പറയുക രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ എന്തായിരിക്കും, അയാളെ നോൺ റെസിഡൻറ്റ്, ഇന്ത്യക്കാരനായിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ബേസിക് കണ്ടീഷൻ ഞാൻ കുറേ നേരമായി പറയണം. അപ്പോൾ എന്താണ് ബേസിക് കണ്ടീഷൻ എന്ന് നമുക്ക് BCom BBA സ്റ്റുഡൻസിന് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞുതരാം. അതുപോലെ MCom ചെയ്യുന്നവർ, CMA ഇൻ്ററൊക്കെ എടുത്തിട്ടുള്ളവർക്ക് ഓർമ്മയില്ലെങ്കിൽ ഒന്ന് റിഫ്രഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ ബേസിക് കണ്ടീഷൻസ് എന്ന് നമുക്ക് നോക്കാം. ബേസിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഇഫ് ദ ഇൻഡിവിജ്വൽ ഈസ് ഇൻ ഇന്ത്യ, അയാൾ ഒരു വ്യക്തി ഇന്ത്യയിലുണ്ടായിരിക്കണം. എത്ര നാൾ, ഫോർ എ പീരീഡ് ഓഫ് 182 days ഓർ മോർ ഡ്യൂറിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷം അയാൾ 182 days ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റത്തെ ബേസിക് കണ്ടീഷൻ. ഓക്കെ, സെക്കൻഡാമത്തെ ബേസിക് കണ്ടീഷൻ എന്താണ്, ഹി ഈസ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 60 days ഓർ മോർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷം എന്ത് ചെയ്തിട്ടുണ്ടാവണം, 60 ദിവസമോ അതിന് മുകളിലോ താമസിച്ചിട്ടുണ്ടാവണം. ഒപ്പം പ്ലസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ, ഓറല്ല ഞാനിവിടെ ഇട്ടിരിക്കുന്നത്, പ്ലസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പം 60 days നിന്നാൽ മാത്രം പോരാ, എന്ത് ചെയ്തിട്ടുണ്ടാവണം, 365 days ഓർ മോർ ഡ്യൂറിങ് 4 years, 4 വർഷം ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. നിങ്ങൾക്കിപ്പോൾ കേട്ടപ്പം കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റാനായിട്ട് എക്സാമ്പിൾ ഇവിടെ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഇപ്പോഴത്തെ നമ്മുടെ അസസ്മെൻറ്റ് ഇയർ ഏതാണ്, നമ്മുടെ 2021 ആണ് നമ്മുടെ അസസ്മെൻറ്റ് ഇയർ.
ഓക്കെ. പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഇത് അസസ്മെൻറ്റ് ഇയർ ആണ്. പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ 1920 ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ. അപ്പം സെക്കൻഡാമത്തെ, അപ്പോൾ ഫസ്റ്റത്തെ പറയുന്നത് ഇഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 182 days ഓർ മോർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഈ പ്രീവിയസ് ഇയറിൽ 182 days ഓർ മോർ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? മിസ്റ്റർ എ താമസിച്ചിട്ടുണ്ടാവണം. അങ്ങനെ 180 days ഓർ മോർ താമസിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഒരു ഇന്ത്യൻ റെസിഡൻ്റായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ എന്താണ്? പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 1920, അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2021. ഓക്കെ, അപ്പം 2021. ഇനി പറയുന്നത് എന്താണ്? ഹീസ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 60 days ഓർ മോർ ഇൻ ദ പ്രീവിയസ് ഇയർ. ഇതിൽ ഇപ്പോൾ 180 days എന്തായാലും നിന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 60 ദിവസം എന്തായാലും നിന്നിട്ടുണ്ടാവണം. അതും പോരാണ്ട് 365 days ഓർ മോർ ഡ്യൂറിങ് 4 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. ഈ പ്രീവിയസ് ഇയർ ഉണ്ടല്ലോ 19, 20, ഇതിന് മുമ്പ് വരുന്ന 4 പ്രീവിയസ് ഇയേഴ്സിലെ എന്താ പറയുക, ഇതിന് മുമ്പുള്ള 4 വർഷങ്ങളിൽ 365 ദിവസം അയാൾ നിന്നിട്ടുണ്ടാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 19, 20 അല്ലേ? അപ്പം 19, 20ൻ്റെ ബാക്കിൽ പോവുകയാണെങ്കിൽ 18, 19 അല്ലേ? 19, 20 നമ്മുടെ പ്രീവിയസ് ഇയർ. അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പത്തെ കൊല്ലം ഏതായിരിക്കും? 18, 19. അതിന് മുമ്പത്തെ വർഷം ഏതായിരിക്കും? 17, 18. അതിന് മുമ്പത്തെ വർഷം എത്രയായിരിക്കും? അപ്പം അങ്ങനെ ഓരോരോ വർഷം ബാക്കിലേക്ക് പോയിട്ട് 4 ബാക്കിലേക്ക് കൊല്ലം പോവുക. അതിൽ 365 days നിന്നിട്ടുണ്ടാവണം. അപ്പം ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, ബേസിക് കണ്ടീഷൻസും രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അയാൾ എന്താണ്? ഈ 2 ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഈ 2 സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ റെസിഡൻ്റ് ആവും. അങ്ങനെയല്ല, ഒരു കണ്ടീഷൻ മാത്രം, ഇതിൽ 2 ഒരു കണ്ടീഷൻ മാത്രമേ, ഒന്നില്ലെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതോ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? റെസിഡൻ്റ് ആവും. ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അയാൾ നോൺ റെസിഡൻ്റായിട്ട് മാറും. ഈ 2 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ, ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നോൺ റെസിഡൻ്റായി മാറും. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രീവിയസ് ഇയർ 4 years എന്ന് ഉദ്ദേശിക്കുന്നത് 19, 20ൻ്റെ ബാക്കിലേക്കുള്ള 4 വർഷങ്ങളാണ്. ഓക്കെ, 19, 20ന് മുമ്പുള്ള 4 വർഷങ്ങളിൽ 365 ദിവസവും താമസിച്ചിട്ടുണ്ടാവണം. 19, 20ൽ എത്ര താമസിച്ചിട്ടുണ്ടാവണം? 60 ദിവസവും താമസിച്ചിട്ടുണ്ടാവണം. അതാണ് സെക്കൻഡ് ബേസിക് കണ്ടീഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 2 സാറ്റിസ്ഫൈ ചെയ്യണം കേട്ടോ, അപ്പോഴേ മാത്രമേ സെക്കൻഡ് കണ്ടീഷൻ ആവുള്ളൂ. അല്ലാതെ ഒരെണ്ണം മാത്രം സാറ്റിസ്ഫൈ, ഇത് 2 ഈ 2 സാറ്റിസ്ഫൈ ചെയ്യണം. ബിക്കോസ് ഇറ്റ് ഈസ് പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സാറ്റിസ്ഫൈ ചെയ്യണം, ഓറല്ല എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എത്രയൊക്കെയാണ് വർഷങ്ങൾ ഏതൊക്കെയാണ് വരാമെന്ന് കാണിച്ചു തരാം. 18, 19 വരും. അതുപോലെ നമ്മുടെ ഒരു 17, 18, അതുപോലെ 16, 17, 15, 14, ഇങ്ങനെയൊക്കെ ബാക്കിലേക്കുള്ള ഓരോ വർഷങ്ങൾ. സോറി, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്. അപ്പം ഞാൻ 4 വർഷങ്ങൾ ബാക്കിലേക്ക് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. 19, 20 നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബാക്കിലേക്കുള്ള കൊല്ലം എന്ന് പറയുന്നത് 18, 19, 17, 18, 16, 17, 15, 16, 14, 15. ഈ 4 വർഷങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം? 365 ദിവസവും അല്ലെങ്കിൽ അതിൽ കൂടുതലും നിന്നിട്ടുണ്ടാവണം. ഒപ്പം പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 19, 20ലെ എന്ത് ചെയ്തിട്ടുണ്ടാവണം? 60 ദിവസവും നിന്നിട്ടുണ്ടാവണം. അപ്പോൾ ഇത് ഞാൻ കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്തിട്ട് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ തന്നെ ലെങ്തി വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായത് ഞാൻ വിശ്വസിക്കുന്നു. ഈ ലാസ്റ്റത്തെ പോർഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇതിൽ ഉണ്ടായേക്കാം. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പോൾ ഈ പെന്ന് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, വിത്ത് ആൻ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.